അപ്പൊ നമുക്ക് എന്താണ് മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പനികൾക്കും നമുക്ക് അവരുടേതായ മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ട്. അതേപോലെ നമ്മുടെ കമ്പനികൾക്കും അതേപോലെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ട്. പക്ഷെ നമ്മുടെ മറ്റു കമ്പനികളെ അപേക്ഷിച്ച് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ് കമ്പനി നമുക്ക് തന്നത്. അത് നിങ്ങൾക്ക് വഴി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയുന്നത് ആ ഒരു മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് പ്രസന്റേഷനും അതേപോലെ തന്നെ ആ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഫാസ്റ്റായിട്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്രോഗ്രാമിൽ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് പരിചയപ്പെടുത്താം. രവി സാർ ഓൾറെഡി എന്നെ പരിചയപ്പെടുത്തി, എങ്കിലും ഞാൻ പരിചയപ്പെടുത്താം. പേര് മനോജ് കുമാർ എന്നാണ്, കാഞ്ഞങ്ങാടാണ്, കാസർഗോഡ് ജില്ലയിലാണ്. ഈ ഒരു ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷം ആവാൻ പോകുന്നു. കറക്റ്റ് പറഞ്ഞാൽ 1 വർഷവും 7 മാസവും കഴിഞ്ഞു നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഞാനൊന്ന് സ്ക്രീനൊന്ന് ഷെയർ ചെയ്യാം. സാറേ സ്ക്രീൻ ഓക്കെ അല്ലേ? കാണാം. ഓക്കെ. സെക്കൻഡ്. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കമ്പനിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എൻട്രി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി തരുന്നത് ഫ്രീ എൻട്രി ആണ് നമുക്ക് തരുന്നത് അല്ലേ. ഫ്രീ എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ജോയിനിങ് ഫീസ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. വളരെ ഫ്രീ ആയിട്ടാണ് കമ്പനി നമുക്ക് നമ്മുടെ കമ്പനിയിൽ എൻട്രി ചെയ്ത് തരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ബിസിനസ്സിൽ തുടരാം. അത് ഒരാളുടെ ഇഷ്ടമാണ്. അതായത് നമുക്കൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു കസ്റ്റമർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അതേപോലെ തന്നെ HHIയുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് സെല് ചെയ്യുന്ന രീതിയിൽ ഒരു റീറ്റെയിലർ ആയിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ തുടരാവുന്നതാണ്. ഇനി അതല്ല, നമുക്ക് എല്ലാ വരുമാനം നേടാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണർ ആയിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ തുടരാവുന്നതാണ്. ഈ 3 രീതിയിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നമുക്ക് എങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ ഒരു ബിസിനസ്സായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് കുറെ ഷോർട്ട് വേർഡ്സ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ നോക്കുന്നതെന്ന് BV എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ബിസിനസ് വോളിയം എന്നാണ് BV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പലർക്കും അറിയാത്തൊരു കാര്യം എന്താണ്, എത്ര ശതമാനം മുതൽ എത്ര ശതമാനം വരെയുള്ള BV നമ്മുടെ കമ്പനിയിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പലർക്കും അറിയില്ല. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 10% മുതൽ 85% വരെ BV പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഇന്ന് നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആണ്. ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 40% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് ഒരു BVയുടെ റേറ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു BV പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുടക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു 2.5 രൂപയാണ് നമ്മൾ മുടക്കേണ്ടി വരുന്നത്. അപ്പൊ നമുക്കൊരു 1000 BV പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ആവറേജ് 2500 ആണ്. അപ്പൊ നമുക്കത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. നമ്മൾ 10% BV ഉള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 2500 ഒന്നും പോരാ, നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് വേണ്ടി വരും. നേരെ മറിച്ച് നമ്മൾ എല്ലാം 85% BV വരുന്ന പ്രൊഡക്ട്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2500ന്റെ ആവശ്യമില്ല. അതിന് താഴെ നമുക്ക് ഒരു 1000 BV കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഇനി നമ്മൾ എന്താണ് DP എന്ന് പറഞ്ഞത്? DP എന്ന് പറഞ്ഞാൽ നമ്മൾ HHIയിൽ ഒരു ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ HHIയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയി അല്ലെ. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരു പ്രൈസ് ഉണ്ട്, അതായത് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ DP എന്ന് പറയുന്നത്. അതായത് MRPക്ക് അല്ല നമുക്ക് പ്രൊഡക്ട്സ് കിട്ടുക, നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിനെയാണ് നമുക്ക് പ്രൊഡക്ട്സ് കിട്ടുക. അതിനെയാണ് DP എന്ന് പറയുന്നത്. ഇനി BP എന്ന് പറയുന്നത് ബൂസ്റ്റർ പോയിന്റിനെയാണ് നമ്മൾ BP എന്ന് പറയുന്നത്. CP ബോണസ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ബോണസിനെയാണ്. അതേപോലെ RP എന്ന് പറയുന്നത് റിവാർഡ് പോയിന്റിനെയാണ് നമ്മൾ RP എന്ന് പറയുന്നത്. CTO എന്ന് പറയുന്നത് കമ്പനി ടേൺ ഓവറിനെ നമ്മൾ CTO എന്ന് പറയും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ഏതൊക്കെ വരുമാനമാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റമർ ബെനിഫിറ്റ്സ് ഉണ്ട്, അതേപോലെ ഡെയിലി ഇൻകം, വീക്കിലി ഇൻകം, മന്ത്ലി ഇൻകം, കൂടാതെ നമുക്ക് ലൈഫ് ടൈം ഇൻകം കൂടിയുണ്ട്. ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കമ്പനി തരുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം അല്ലെ. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കസ്റ്റമർ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ നിങ്ങളോട് നിങ്ങളെ ടീമിലെ ഒരു വ്യക്തി ചോദിക്കുന്നത്, പുതിയതായിട്ട് എൻ്റർ ചെയ്ത ഒരു വ്യക്തി ചോദിക്കുന്നത് എന്തൊക്കെ കസ്റ്റമർ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ HHIയിൽ നിന്ന് പുറത്തുള്ള ഒരു വ്യക്തി ചോദിക്കുകയാണ് HHIയിൽ നമ്മൾ ജോയിൻ ചെയ്ത് പ്രൊഡക്ട്സ് വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് കസ്റ്റമർ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടുന്നത്
ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അല്ലെ. കമ്പനി നല്ല യുണീക്ക് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കമ്പനി നമുക്ക് തരുന്നുള്ളത്. അല്ലാതെ ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് ഒന്നും അല്ല കമ്പനി നമുക്ക് തരുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തിന് ഹാനികരല്ലാത്ത പ്രോഡക്ട്സ് ആണ് കമ്പനി നമുക്ക് തരുന്നത്. അത് എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ആയിക്കോട്ടെ, ഇനി ഇന്റേണലായി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആയിക്കോട്ടെ, എല്ലാ പ്രോഡക്ട്സും നമുക്ക് ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് കമ്പനി നമുക്ക് തരുന്നത്. ഈ പ്രോഡക്ട്സ് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞാലേ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിനാണ് നമുക്ക് ഇവിടെ പ്രോഡക്ട്സ് കിട്ടുന്നത്, MRPക്ക് അല്ല. അപ്പൊ നമുക്ക് 10% മുതൽ 40% വരെ റീറ്റെയിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്കൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്കൊരു ആവറേജ് പറയുന്ന സമയത്ത് നമുക്കൊരു 20% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നമുക്കൊരു MRP 3000 രൂപയുള്ള പ്രോഡക്ട്സ് നമ്മൾ HSIയിലൂടെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ആ പ്രോഡക്ട്സ് കിട്ടുന്നത് 2500 രൂപക്കാണ് അല്ലെ. ആ സമയത്ത് തന്നെ നമുക്ക് 500 രൂപ അവിടെ ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്ന പ്രോഡക്ട്സ് നമുക്ക് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ 500 രൂപയുടെ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ വന്നിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 20% കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് 10% മുതൽ 40% വരെ റീറ്റെയിൽ പ്രോഫിറ്റ് ഉള്ള പ്രോഡക്ട്സ് നമ്മളതിൽ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ 40% കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടും. ഇതിപ്പോ ജസ്റ്റ് ഒരു 20% വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഓരോ പർച്ചേസിനും, അതായത് നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്പനി ഫ്രീ പ്രോഡക്ട്സ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഫ്രീ പ്രോഡക്ട്സ് മീൻസ് വെച്ചാൽ 1000 BV ചെയ്യുന്ന സമയത്ത് നമുക്ക് തരുന്നുണ്ട്, 2000 BV ചെയ്യുന്ന സമയത്ത് തരുന്നുണ്ട്, 3000 BV ചെയ്യുന്ന സമയത്തുണ്ട്, 4000 BV. ഇങ്ങനെ 4 സ്ലാബിലായിട്ടാണ് കമ്പനി നമുക്ക് നോർമൽ ഫ്രീ പ്രോഡക്ട്സ് തരുന്നത്. അപ്പോൾ 1000 BV ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 300 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് ആണ് 1000 BV ചെയ്യുന്ന സമയത്ത് കമ്പനി തരുന്നുള്ളത്. ഇവിടെ നമുക്ക് അത് MRPയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 360 രൂപയുടെ പ്രോഡക്റ്റ് ആണ് കമ്പനി നമുക്ക് തരുന്നത്. ഇനി നമുക്ക് 2000 BV ചെയ്യുന്നവർക്ക് DP 600 രൂപ വിലയുള്ള പ്രോഡക്ട്സ് MRPയിലേക്ക് വരുന്ന സമയത്ത് 720 രൂപയായിട്ട് മാറുന്നുണ്ട് അല്ലെ. 3000 BV പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 900 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റും അതേപോലെ 4000 BV ചെയ്യുന്ന സമയത്ത് 1200 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് ആണ് കമ്പനി നമുക്ക് തരുന്നത്. ഇതാണ് നമുക്ക് നോർമലായിട്ട് കമ്പനി തരുന്ന ഫ്രീ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഓരോ ഇനീഷ്യൽ പർച്ചേസിനും കമ്പനി നമുക്ക് ഫ്രീ പ്രോഡക്റ്റ് തരുന്നുണ്ട്. അതായത് മിനിമം ഒരു 1000 BV ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫ്രീ പ്രോഡക്ട്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പർച്ചേസിങ് ടൈം കൊടുത്തിട്ടുള്ളത് കമ്പനി ഒരു മാസം ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കലണ്ടർ മന്ത് ഫുള്ളായിട്ട് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഇങ്ങനെ നമുക്ക് ബില്ലിങ് ഒറ്റ ബില്ലിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് മൾട്ടിപ്പിൾ ബില്ലിൽ ചെയ്താലും മതി. അതായത് ഒറ്റയടിക്ക് നമ്മൾ 1000 BV പർച്ചേസ് ചെയ്യണം എന്നില്ല. ഒരിക്കൽ 500 ചെയ്യാം, ഒരിക്കൽ 300 ചെയ്യാം, ഒരിക്കൽ 200 ചെയ്യാം. അങ്ങനെ 1000 BV കംപ്ലീറ്റ് ആക്കണം എന്നില്ല, അല്ലെങ്കിൽ 2000 BV 3000 BV അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ഫ്രീ പ്രോഡക്റ്റ് കമ്പനി തരുന്നത്. ഇനി നമുക്ക് ഈ ഫ്രീ പ്രോഡക്റ്റ് കൂടാതെ നമുക്ക് എന്താ പറയുക തുടർച്ചയായി പർച്ചേസ് ചെയ്യുന്നവർക്ക് കൺസിസ്റ്റൻസി പ്രോഗ്രാമിലൂടെ കമ്പനി വേറെ ഫ്രീ പ്രോഡക്റ്റ് തരുന്നുണ്ട്. അത് നമുക്ക് 3 സ്ലാബായിട്ടാണ് കമ്പനി തരുന്നുള്ളത്. മിനിമം 1000 BV ചെയ്യുന്നവർക്കും, മിനിമം 2000 BV ചെയ്യുന്നവർക്കും, മിനിമം 5000 BV ചെയ്യുന്നവർക്കാണ് കൺസിസ്റ്റൻസി പ്രോഗ്രാമിലൂടെ ഫ്രീ പ്രോഡക്ട്സ് കമ്പനി തരുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഫസ്റ്റ് മന്ത് തന്നെ നിങ്ങൾ ഒരു 1000 BV പർച്ചേസ് ചെയ്യുന്നവർക്കാണ്. പിന്നെ തുടർച്ചയായി അടുത്ത 3 മാസം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടൽ 4 മാസമായി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. 4 മാസം തുടർച്ചയായി 1000 BV പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 5ാമത്തെ മാസം കമ്പനി നമുക്ക് ഒരു 1000 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് തരുന്നുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത 4 മാസം കൂടി നമ്മൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും 1000 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് നമുക്ക് തരുന്നുണ്ട്. പിന്നീട് അടുത്ത 4 മാസം കൂടി നമ്മൾ ചെയ്യുകയാണ് അല്ലേ. ആ സമയത്ത് നമുക്ക് 5ാമത്തെ മാസം കമ്പനി നമുക്ക് 1000 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് തരുന്നുണ്ട്. അപ്പം നമുക്ക് ടോട്ടല് 12 മാസം നമ്മൾ പർച്ചേസ് ചെയ്തു അല്ലെ. അതായത് ഒരു വർഷം നമ്മൾ പർച്ചേസ് ചെയ്തു. ഇങ്ങനെ പർച്ചേസ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് 3000 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതിന്റെ ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഒരു 2000 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റും കൂടി നമുക്ക് തരുന്നുണ്ട്. ആ സമയത്ത് ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 1000 BV പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്പനി നമുക്ക് കൺസിസ്റ്റൻസി പ്രോഗ്രാമിലൂടെ മാത്രം നമുക്ക് തരുന്നത് 5000 രൂപയുടെ പ്രോഡക്റ്റ് ആണ്. അത് MRPയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 6000 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് ആണ് കമ്പനി നമുക്ക് തരുന്നത്. ഇനി 2000 BV ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലേ 3 സ്ലാബിലാണ് കമ്പനി നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് തരുന്നത്. അപ്പൊ 2ാമത്തെ സ്ലാബ് എന്ന് പറയുന്നത് 2000 BV ആണ്. അപ്പൊ ഈ 2000 BV ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്താ പറയുക ഫസ്റ്റ് മന്ത് 2000 BV എടുത്ത് അടുത്ത 3 മാസം കൂടി 2000 BV നമ്മൾ തുടർച്ചയായി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ മാസം കമ്പനി നമുക്ക് 2000 രൂപയുടെ പ്രോഡക്റ്റ് ആണ് തരിക. വീണ്ടും നമ്മൾ അടുത്ത 4 മാസം കൂടി ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് 5ാമത്തെ മാസം 2000 രൂപയുടെ പ്രോഡക്റ്റ് വീണ്ടും തരുന്ന കമ്പനി.
അഗൈൻ നമ്മൾ 4 മാസം ചെയ്യുന്ന സമയത്ത് അടുത്ത 5ാമത്തെ മാസം നമുക്ക് 2000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് 6000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ഓൾറെഡി നമുക്ക് കിട്ടി. അതുകൂടാതെ 4000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റും കൂടി നമുക്ക് കമ്പനി തരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 2000 BB മിനിമം എല്ലാ മാസം ചെയ്യുന്നത്, അതായത് ഒരു വർഷം ചെയ്യുന്ന വ്യക്തിക്ക് കമ്പനി കൺസിസ്റ്റൻസി പ്രോഗ്രാമിലൂടെ തരുന്നത് 10000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആണ്. അതായത് MRP കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 12000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇനി 5000 BB ചെയ്യുന്നവർക്കും ഇതേപോലെ തന്നെയാണ്. ആ 4 മാസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ മാസം നമുക്ക് 4000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആണ് തരുന്നത്. അടുത്ത 4 മാസം കൂടി നമ്മൾ 5000 BB പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 4000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് തരുന്നു. പിന്നെ അടുത്ത 4 മാസം കൂടി ചെയ്യുന്ന സമയത്ത് വീണ്ടും 4000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് തരും. ഒരു വർഷം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 12000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതിന്റെ കൂടെ 8000 രൂപയുടെ അഡീഷണൽ ആയിട്ട് ഫ്രീ പ്രൊഡക്റ്റും കൂടി കമ്പനി തരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഒരു വർഷം 5000 BB മിനിമം എല്ലാ മാസവും ചെയ്യുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി പ്രോഗ്രാമിലൂടെ മാത്രം 20000 രൂപയുടെ, അത് MRP കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 24000 രൂപയുടെ ഫ്രീ പ്രൊഡക്ട്സ് ആണ് കമ്പനി നമുക്ക് തരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കമ്പനി ഒരു ചെറിയൊരു ക്രൈറ്റീരിയ കൊടുത്തിട്ടില്ലെന്ന് വെച്ചാൽ ബില്ലിംഗ് നമുക്ക് ഒറ്റ ബില്ലിൽ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, മൾട്ടിപ്പിൾ ബില്ലിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്യുന്ന ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൺസിസ്റ്റൻസി പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് നമുക്ക് ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ഫസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു മാസം കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു കലണ്ടർ മന്താണ് കൊടുത്തിട്ടുള്ളത്. കലണ്ടർ മന്ത് എന്ന് മീൻസ് വെച്ചാൽ ഇപ്പം 15ാം തീയതി ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ന് വെച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു മാസം എന്ന് പറയുന്ന സമയത്ത് അടുത്ത മാസം 15ാം തീയതി വരെ ഉണ്ട് അല്ലെ, അതാണ് നമ്മൾ ഒരു മാസം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ള കലണ്ടർ മന്താണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ആ മാസം 30 31ാം തീയതി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. 15ാം തീയതി ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് നമ്മൾ എപ്പോഴാണോ ജോയിൻ ചെയ്യുന്നത് ആ കലണ്ടർ മന്ത് മാത്രമേ നമുക്ക് ആ അവസാനം വരെ നമുക്കുള്ളൂ, അല്ലാതെ ഒരു മാസം ഫുള്ളായിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, സെക്കൻഡ് ടൈം പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അതായത് 2ാമത്തെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും 15ാം തീയതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടാവും. ഇനി അതല്ല 15ാം തീയതിയാണ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ 2 കാര്യം. ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന കസ്റ്റമർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ബാക്ക് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലെ. ക്യാഷ് ബാക്ക് എന്ന് വെച്ചാൽ മിനിമം 1000 BB പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ക്യാഷ് ബാക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ടാവുക. അപ്പൊ 7% നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതായത് നമ്മുടെ പേഴ്സണൽ പർച്ചേസ് നമ്മൾ എത്രയാണോ, പേഴ്സണൽ BB എത്രയാണോ ചെയ്യുന്നുള്ളത് അതിന്റെ 7% നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഒരു 1000 BB ചെയ്ത് കഴിഞ്ഞാൽ 70 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി നമ്മൾ 2000 BB ആണ് ചെയ്യുന്നത് 140 രൂപ കിട്ടുന്നുണ്ടാവും. അങ്ങനെ 7% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്താ പറയാ, ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം, ഒരു നോർമൽ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3000 രൂപയുടെ 3000 രൂപയുടെ പ്രൊഡക്റ്റ് എന്തായാലും ആവശ്യമായിട്ട് വരുന്നുണ്ടാവും. അപ്പൊ നമുക്കൊരു കാൽക്കുലേഷനിൽ പോയാലോ, നമ്മൾ ഒരു 3000 വെച്ചിട്ട് നമ്മൾ എന്താ പറയാ ഒരു 12 മാസത്തേക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 36000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. നമ്മൾ പ്രൊഡക്റ്റിന് വേണ്ടി ചെലവാക്കേണ്ട പൈസ എന്ന് വെച്ചാൽ 36000 രൂപയാണ് നമ്മൾ ഒരു വർഷത്തേക്ക് നമ്മൾ ചെലവാക്കേണ്ടി വരും. അത് നമുക്ക് HSIയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. സേവിങ്സ് നമുക്കുണ്ടല്ലോ, ഡിസ്കൗണ്ട് നമുക്കുണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇപ്പൊ ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സമയത്ത് എന്തായാലും 1000 BB ഉണ്ടാവും. അപ്പൊ ആ 1000 BB ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് 500 രൂപ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നുണ്ട്. അത് 12 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 6000 രൂപയുടെ ബെനിഫിറ്റ് ആണ്, ഡിസ്കൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി ഫ്രീ പ്രൊഡക്ട്സ്, നോർമൽ ഫ്രീ പ്രൊഡക്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 300 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും 1000 BB പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അത് 12 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 3600 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി ക്യാഷ് ബാക്ക് 70 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12 മാസത്തേക്ക് 840 രൂപയാണ് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി മന്ത്ലി കൺസിസ്റ്റൻസിയിലൂടെ നമുക്ക് 3000, അതേപോലെ ഇയർലി, അതായത് വർഷത്തിലെ അവസാനം നമുക്ക് അഡീഷണൽ ആയിട്ട് പ്രൊഡക്റ്റ് തരുന്നുണ്ട് അല്ലെ. അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപയാണ് നമുക്ക് കൺസിസ്റ്റൻസി പ്രോഗ്രാമിലൂടെ കിട്ടുന്നുണ്ടാവുക. അപ്പൊ ടോട്ടൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ പ്രൊഡക്ട്സ് ആയിട്ടും അതേപോലെ ക്യാഷ് ബാക്ക് ആയിട്ടും ഡിസ്കൗണ്ട് ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നത് 15440 രൂപയുടെ ബെനിഫിറ്റ് ആണ് കമ്പനി നമുക്ക് തരുന്നുള്ളത്. അതായത് ഒരു 36000 രൂപ ചെലവാക്കുന്ന സമയത്ത് അതിന് പകുതിയോളം നമുക്ക് കമ്പനി റിട്ടേൺ തരികയാണ്. നേരെ മറിച്ച് നമ്മൾ
മറ്റു ബ്രാൻഡുകൾ ഇന്നിപ്പോ നമുക്ക് മാർക്കറ്റിൽ കുറെ കമ്പനികൾ ഉണ്ടല്ലേ, യൂണിലിവർ, അതേപോലെ ITC, പതഞ്ജലി, ഇതുപോലുള്ള പ്രോഡക്ട്സ് ഒക്കെ, ആ കമ്പനിയുടെ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വെച്ചാൽ ചെറിയ ചെറിയ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുമായിരിക്കും, ഇല്ലാന്ന് പറയുന്നില്ല. അതും പലപ്പോഴും എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഓഫർ ഉണ്ടാകുന്ന സമയത്ത് മാത്രമായിരിക്കും. ആ സമയത്ത് നമുക്ക് എന്താ പറയുക, 36,000 രൂപ തന്നെ ആയിരിക്കും നമുക്ക് ചെലവാക്കേണ്ടി വരുന്നത്. ചെറിയ ചെറിയ ഓഫേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ലൈഫ് ടൈം ഓഫറാണ് കമ്പനി നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക ഏതാണ് നല്ലതെന്ന് ചിന്തിക്കുക അല്ലെ, ആ നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നല്ലേ. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതായത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് ഹാപ്പി ഹെൽത്ത് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ മാത്രമേ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ഈ ഒരു ഇതൊക്കെയാണ് കസ്റ്റമർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളെല്ലാവരും എന്താ നല്ലൊരു വരുമാനം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇങ്ങോട്ടേക്ക് അല്ല. അപ്പൊ നമുക്ക് വരുമാനം നേടിയെടുക്കണം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് വരുമാനം നേടിയെടുക്കാൻ നോക്കുക. ഇനി പറയാൻ പോകുന്നത് ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആണ് അല്ലെ. മാർക്കറ്റിംഗ് പ്ലാനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നമുക്ക് എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാം. ഇതുവരെ പറഞ്ഞത് ഒരു കസ്റ്റമർ ബെനിഫിറ്റ്സ് മാത്രമാണ്. ഈ ഒരു കസ്റ്റമർ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പ്രത്യേകിച്ച് പണിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ നിലവിൽ പർച്ചേസ് ചെയ്യുന്ന കട ഒന്ന് മാറ്റിയിട്ട് പർച്ചേസ് ചെയ്താൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. നമ്മൾ വേറെ ഒരു ജോലിയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കമ്പനി ഒരു മാർക്കറ്റിംഗ് പ്ലാൻ തന്നിട്ടുണ്ട്. ആ മാർക്കറ്റിംഗ് പ്ലാനിന്റെ പേരാണ് 2 lakh ജനറേഷൻ പ്ലാൻ എന്നാണ് നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് 2 ഓർഗനൈസേഷനിലൂടെ, അതായത് 2 ടീമിലൂടെയാണ് നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നുണ്ടാവുക. ആ 2 ടീമിലൂടെ തന്നെ നമുക്ക് എല്ലാ വരുമാനങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നിപ്പോ പല കമ്പനികളിലും വെച്ചാൽ ഒരുപാട് ടീം വീഴുന്ന കമ്പനികളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇപ്പൊ നല്ല നല്ല പ്രൊഡക്ട്സ് ഉള്ള കമ്പനികൾക്ക് ഒരുപക്ഷെ പ്ലാൻ വളരെ വീക്ക് ആയിരിക്കും, അല്ല ഭയങ്കര ടഫായിട്ടുള്ള പ്ലാൻ. അതായത് ടഫായിട്ടുള്ള പ്ലാൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ പണിയുണ്ട് അല്ലെ. അപ്പൊ എന്താ വെച്ചാൽ ചില കമ്പനികൾക്ക് നല്ല പ്ലാൻ ഉണ്ടാവും, പക്ഷെ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. നമുക്ക് എന്താ പറയാ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മുടെ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഒത്തുചേർന്ന കമ്പനിയാണ്. നല്ല പ്രൊഡക്ട്സും തരുന്നുണ്ട്, നല്ല എന്താ പറയാ നല്ലൊരു മാർക്കറ്റിംഗ് പ്ലാനും തന്നിട്ടുണ്ട്. അതായത് ഒരു 2 lakh ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു വരുമാനം നേടാൻ പറ്റുന്ന ഒരു പ്ലാനാണ് കമ്പനി തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ടീമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും, അതായത് ഡെയിലി ഇൻകം, വീക്കിലി ഇൻകം, മന്ത്ലി ഇൻകം, ലൈഫ് ടൈം ഇൻകം, ഇതൊക്കെ കമ്പനി നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്ക് ഡെയിലി ഇൻകം നമുക്ക് എങ്ങനെ കിട്ടുക. ഡെയിലി ഇൻകത്തിന് പറയുന്ന വേറൊരു പേരാണ് നമ്മൾ ബൂസ്റ്റർ ഇൻകം എന്ന് പറയും അല്ല. ബൂസ്റ്റർ എന്ന് പറഞ്ഞ സമയത്ത് ആ പേരിൽ തന്നെ ഉണ്ട് അല്ല. പുതുതായിട്ട് വരുന്ന വ്യക്തികൾക്ക് അവരൊന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻകം ഇത്. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോ പല കമ്പനികളിലും തുടക്കക്കാർക്ക് വരുമാനം കുറവാണ് അല്ലെ. അതായത് നമ്മൾ കുറെ മാസങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു അത്യാവശ്യം വരുമാനങ്ങളൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ബൂസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏതൊരു തുടക്കക്കാരനും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ഈ ബൂസ്റ്റർ പ്ലാനിലൂടെ കമ്പനി തന്നിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് വേണ്ടിയിട്ട് കമ്പനി കുറച്ച് പ്രൊഡക്റ്റ്, ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് കമ്പനി തരുന്നുണ്ട് നമുക്ക്. അത് പാക്കേജ് പ്രൊഡക്റ്റ് ആണ്. പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7,999 രൂപക്ക് വരുന്ന ഒരു പാക്കേജ് ഉണ്ട് നമുക്ക് വരുന്നത്. 25 പ്രൊഡക്ട്സ് അടങ്ങിയ ഒരു പാക്കേജ് ആണ്. അപ്പൊ അതിനകത്ത് FMCG ഒക്കെ വരുന്നുണ്ട്. FMCG വെൽനസും എല്ലാം കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ എല്ലാം ചേർന്നിട്ടുള്ള ഒരു കോംബോ പാക്കാണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൂസ്റ്റർ പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് വേറെ ഉണ്ട് അല്ലേ. നമുക്ക് 7,500 രൂപയുടെ പാക്കേജ് വരുന്നുണ്ട്. അതായത് 2 ന്യൂട്രിമാക്സും ഒരു റസ്ബെറി ജ്യൂസും വരുന്ന ഒരു കോംബോ പാക്ക് വരുന്നുണ്ട്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 7,500 ആണ് വരുന്നത്. അതിന് 1,500 BV ഉണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ കോംബോ പാക്കിന് നമുക്ക് 2,000 BV പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇതിന് നമുക്ക് എന്താ ഒരു ബൂസ്റ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇനി വേറൊരു 6,000 രൂപയുടെ വരുന്നുണ്ട്. 6,000 രൂപയുടെ പാക്കേജ് വരുന്നുണ്ട്. അതായത് 2 നോണി ജ്യൂസും ഒരു വാട്ടർ എനർജി പാഡും ഹെഡ് ബെൽറ്റ് ഒക്കെ വരുന്ന ഒരു കോംബോ പാക്ക് വരുന്നുണ്ട്. അതിന് നമുക്ക് 6,000 രൂപയാണ് നമുക്ക് വരുന്നത്. ഒരു ബൂസ്റ്റർ പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ പാക്കേജ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ബൂസ്റ്റർ പോയിന്റ് കിട്ടുന്നുണ്ടാവുക. ഈ ബൂസ്റ്റർ പോയിന്റ് വെച്ചിട്ടാണ് കമ്പനി നമുക്ക് ബൂസ്റ്റർ ഇൻകം തരുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കുക.
അതായത് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് വന്ന ഉടനെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ബൂസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ 8000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ മാക്സിമം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്, നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുക. ഇന്നിപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാസ്റ്റ് ലൈഫിലൂടെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. ഇന്ന് കിട്ടും, നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടും എന്ന് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം വെച്ചാൽ ഇന്നത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വരുമാനം കിട്ടണം. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 8000 രൂപയുടെ പാക്കേജ് തന്നെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിവാർഡ് പോയിന്റ് വരുന്നുണ്ട്, ബൂസ്റ്റ് പോയിന്റ് വരുന്നുണ്ട്, കൂടാതെ നമുക്ക് ഹൈ BB നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. 2000 BB ആണ് ആ ഒരു പാക്കേജ് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ 8000 രൂപയുടെ ആ പാക്കേജിലൂടെ നമ്മൾ വരുന്നുണ്ട്. നമ്മൾ 2 പേരെ ഈ ഒരു ബിസിനസ്സിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. 2 പേർക്ക് നമ്മൾ ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തിയിട്ട് അവർ ഈ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2 പേരെ കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യിപ്പിക്കണം അല്ലെ. പർച്ചേസ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ നമ്മൾ ID ആക്ടിവേറ്റ് ആവുന്നുണ്ടാവുള്ളൂ. അങ്ങനെ പുതിയ എൻട്രി ഒക്കെ എടുക്കേണ്ടത് നമ്മൾ ബൂസ്റ്റ് പാക്കേജിലൂടെ ആയിരിക്കണം നമ്മൾ പുതിയ എൻട്രി എടുക്കേണ്ടത്. അപ്പൊ ഈ ബൂസ്റ്റ് ഇൻകത്തിന് വേണ്ടിയിട്ട്, അതായത് ഡെയിലി ഇൻകത്തിന് വേണ്ടിയിട്ട് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ടൈം കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് ടൈം എന്ന് വെച്ചാൽ 2 കട്ട് ഓഫ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. 24 മണിക്കൂറിനെ ഡിവൈഡ് ചെയ്തിട്ട് 12 മണിക്കൂറിൽ ഓരോ കട്ട് ഓഫ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കട്ട് ഓഫിൽ നമുക്ക് ബിസിനസ് വരുന്ന സമയത്താണ് നമുക്ക് ബൂസ്റ്റ് ഇൻകം കിട്ടുന്നുണ്ടാവുക. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, ഈ 2 പേരെ കൊണ്ട് നമ്മൾ ആദ്യത്തെ 12 മണിക്കൂറിന്റെ ഉള്ളിൽ ബൂസ്റ്റ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ബൂസ്റ്റ് പോയിന്റ് നമുക്ക് മാച്ച് ആവുന്നുണ്ടാവും അല്ലെ. അതായത് നിങ്ങളുടെ ടീം 1 ഒരു ബൂസ്റ്റ് പോയിന്റ് മാച്ച് ആവുന്നുണ്ട്, അതേപോലെ സെക്കൻഡ് ടീമിൽ നിങ്ങൾക്ക് ഒരു ബൂസ്റ്റ് പോയിന്റ് മാച്ച് ആവുന്നുണ്ട്. അങ്ങനെ ഈ ഓരോ ബൂസ്റ്റ് പോയിന്റ് മാച്ച് ആവുന്ന സമയത്താണ് കമ്പനി നമുക്ക് 1000 രൂപ ബൂസ്റ്റ് ഇൻകായിട്ട് കമ്പനി തരുന്നുണ്ടാവും അല്ലെ. ഇനി ഇതേ പ്രോസസ്സ് തന്നെയാണ്. അതായത് നിങ്ങളുടെ ടീമിലൂടെ നമ്മുടെ ഓരോ ടീമിലും അടുത്ത 12 മണിക്കൂറിന്റെ ഉള്ളിൽ ഇതേപോലെ ഓരോ ബൂസ്റ്റ് പോയിന്റ് മാച്ച് ആവുന്ന സമയത്ത് വീണ്ടും 1000 രൂപ നമുക്ക് കമ്പനി തരുന്നു. അപ്പോൾ ഈ ബൂസ്റ്റ് ഇൻകത്തിലൂടെ നമുക്ക് ഒരു ദിവസം നമുക്ക് 2000 രൂപ വരെ നമുക്ക് മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ നല്ലൊരു പ്ലാൻ തന്നെയാണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു തുടക്കക്കാർക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ഈ ഒരു ബൂസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബൂസ്റ്റർ ഇൻകത്തിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നമുക്ക് കിട്ടുന്ന ബൂസ്റ്റർ പോയിന്റ് എന്ന് വെച്ചാൽ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ 1 ഇപ്പൊ ഒരു 10 ബൂസ്റ്റർ പോയിന്റ് വന്നു നോക്കാം, ഓർഗനൈസേഷൻ 2 1 മാത്രമേ വന്നിട്ടുള്ളൂ നോക്കുക. അപ്പൊ നമുക്കറിയാമല്ലോ ഓരോ മാച്ചിങ് വരുന്ന സമയത്ത് നമുക്ക് 1000 രൂപയാണ് കിട്ടുക. അപ്പൊ നമുക്ക് 1000 രൂപ കിട്ടുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഓർഗനൈസേഷൻ 1 നമുക്ക് ഒരു 9 ബൂസ്റ്റർ പോയിന്റ് അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ 9 പോയിന്റ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാവില്ല. അത് നമുക്ക് ലൈഫ് ടൈം ക്യാരി ഫോർവേഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നഷ്ടപ്പെടാനില്ല. നമുക്ക് പല കമ്പനികളിൽ എന്താ പറയുക BB നഷ്ടപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക ഇതേപോലെ ബൂസ്റ്റ് പോയിന്റ് ഇല്ല മറ്റുള്ള കമ്പനികൾക്ക്. അപ്പം നമ്മൾ പലപ്പോഴും വാഷ് ഔട്ട് ആയിട്ട് പോകുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വെച്ചാൽ ബൂസ്റ്റർ പോയിന്റും നമുക്ക് BB ഒന്നും വാഷ് ഔട്ട് ആയിട്ട് പോകുന്നില്ല. അത് നമുക്ക് ലൈഫ് ടൈം ക്യാരി ഫോർവേഡ് ആയിട്ട് നമുക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ബൂസ്റ്റ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബൂസ്റ്റ് ഇൻകം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ വരുമാനം, കമ്പനി പറയുന്ന ബാക്കി എല്ലാ വരുമാനം ഈ ഒരൊറ്റ വർക്കിലൂടെ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ് കമ്പനി നമുക്ക് നാട്ടിലെ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്ലാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. മറ്റ് കമ്പനികൾക്കൊന്നും ഇല്ലാത്തൊരു പ്ലാനാണ്. അതായത് ഈ ഒരു വർക്കിലൂടെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ഇനി പറയാൻ പോകുന്ന ബാക്കി എല്ലാ വരുമാനം, അതായത് വീക്കിലി ഇൻകം, മന്ത്ലി ഇൻകം, ലൈഫ് ടൈം ഇൻകം ഒക്കെ നമുക്ക് ഈ ഒരു വർക്കിലൂടെ തന്നെ കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് വീക്കിലി ഇൻകത്തിലേക്ക് പോവാം. വീക്കിലി ഇൻകത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് 3 ടൈപ്പ് വരുമാനമാണ് വീക്കിലിയിൽ നമുക്ക് തരുന്നുള്ളത്. മാച്ച് ബോണസ് വരുന്നുണ്ട്, മിനി ചാമ്പ്യൻസ് ബോണസ് വരുന്നുണ്ട്, ചാമ്പ്യൻസ് ബോണസ് വരുന്നുണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് വരുമാനമാണ് നമുക്ക് വീക്കിലി ഇൻകത്തിലൂടെ കമ്പനി നമുക്ക് തരുന്നത്. അപ്പൊ ഇവിടെയും കമ്പനി നമുക്ക് ടൈം തന്നിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം തന്നിട്ടില്ലെന്ന് വെച്ചാൽ ഒരാഴ്ചയാണ് നമുക്ക് കംപ്ലീറ്റ് ടൈം തന്നിട്ടുള്ളത്. ഒരാഴ്ച എന്ന് പറയുന്ന സമയത്ത് ചൊവ്വാഴ്ചയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ചൊവ്വാഴ്ച മുതൽ നെക്സ്റ്റ് മൺഡേ മിഡ്നൈറ്റ് വരെയാണ് നമുക്ക് ആ ഒരു ടൈം എന്ന് പറയുന്നത്, ഒരാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരാഴ്ച വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വരുമാനം നമുക്ക് ആഴ്ചയിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമ്മൾ നേരത്തെ ഡെയിലി ഇൻകത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെയിലി ഇൻകത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ഡെയിലി ഇൻകം ക്ലോസിംഗ് മാത്രമാണ് ഡെയിലി നടക്കുന്നത്. അതിന്റെ പേ ഔട്ട് നമുക്ക് കിട്ടുക ആഴ്ചയിൽ ഒരിക്കലാണ് നമുക്ക് കിട്ടുക. വീക്കിലി ഇൻകത്തിന്റെ കൂടെയാണ് നമുക്ക്
ആ ഒരു പേ ഔട്ട് കിട്ടുക. എല്ലാ വ്യാഴാഴ്ച ആയിരിക്കും നമുക്ക് ആ ഒരു പേ ഔട്ട് വരുന്നുണ്ടാവുക. 5% TDS ടാക്സ് കട്ട് ചെയ്തിട്ടാണ് കമ്പനി നമുക്ക് തരുന്നുണ്ടാവുക. അതൊരു ഗവൺമെന്റ് റൂളാണ്. അപ്പൊ അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ടാക്സും കൂടി കട്ട് ചെയ്തിട്ടാണ് കമ്പനി നമുക്ക് തരുന്നുണ്ടാവുക. അപ്പൊ നമ്മളിവിടെ മിനിമം 300 രൂപ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്പനി ക്യാഷ് ഇട്ട് തരുള്ളൂ. അപ്പൊ അതുവരെ നമ്മുടെ ഐഡിയയിൽ കിടക്കുന്നുണ്ടാവും. മിനിമം 300 രൂപ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഇവിടെ പാൻ കാർഡ് മസ്റ്റ് ആണ്. പാൻ കാർഡ് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരിക്കലും ക്യാഷ് വരുന്നുണ്ടാവില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പാൻ കാർഡ് ഇപ്പൊ പല കമ്പനികളിലും പാൻ കാർഡ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലും പൈസ വരും. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ 5% ടാക്സിന് പകരം 20% ടാക്സ് പിടിച്ചിട്ടാണ് വരിക. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള 20% എന്ന് പറയുന്ന സമയത്ത് നല്ലൊരു നഷ്ടമാണ് നമുക്ക് വരുന്നത്. ആ 20% നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യില്ല. 5% ടാക്സ് പിടിച്ചാൽ നമുക്ക് എന്താ പറയാ, നമുക്ക് ഇയർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. 20% പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടൂല. അപ്പൊ കമ്പനി ഇവിടെ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 20% ആയതുകൊണ്ട് തന്നെ വെച്ചാൽ അവിടെ ഐഡിയയിൽ കിടക്കും പൈസ നമുക്ക്. എപ്പോഴാണോ പാൻ കാർഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് 5% കട്ട് ചെയ്തിട്ടാണ് കമ്പനി നമുക്ക് തരുന്നുണ്ടാവും. അപ്പൊ അവിടെ ലാഭം നമുക്ക് തന്നെയാണ് അല്ലെ. അപ്പൊ കമ്പനി നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വീക്കിലി ഇൻകത്തിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മാച്ച് ബോണസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാച്ച് ബോണസ് എന്ന് പറഞ്ഞാൽ 7% നമുക്ക് മാച്ച് ബോണസ് വരുന്നുണ്ടാവുക. മാച്ച് ബോണസ് നമുക്ക് നമ്മുടെ ടീമിൽ എത്രയാണോ BV വരുന്നത് അല്ലെ, നമ്മുടെ 2 ഓർഗനൈസേഷനിലും എത്രയാണോ BV മാച്ച് ചെയ്യുന്നുണ്ടാവുക അതിന്റെ 7% കമ്പനി നമുക്ക് മാച്ച് ബോണസ് ആയിട്ട് തരുന്നുണ്ടാവുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം 1000 BV മാച്ച് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 7% എന്ന് പറഞ്ഞാൽ 70 രൂപയാണ് നമുക്ക് മാച്ച് ബോണസ് ആയിട്ട് കിട്ടുക. ഇനി 10,000 BV ആണ് നമ്മൾ മാച്ച് ആവുന്നുണ്ടെങ്കിൽ അതിന്റെ 7% 700 രൂപയാണ് മാച്ച് ബോണസ് ആയിട്ട് വരിക. അപ്പൊ എത്രയാണോ മാച്ച് ആവുന്നത് അതിന്റെ 7%. ഇനി അഥവാ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ക്യാരി ഫോർവേഡ് BVനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നമുക്ക് 2 ടീമിൽ ഒരേപോലെ BV വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ടീമിൽ നല്ലോണം BV വരുന്നുണ്ട്. സാധാരണ അങ്ങനെയാണ് നമുക്ക് കാണാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അധികം വരുന്ന BV നമുക്ക് ഒരിക്കലും നമുക്ക് മിസ്സാവുന്നുണ്ടാവില്ല, വാഷ് ഔട്ട് ആയിട്ട് പോകുന്നുണ്ടാവില്ല. നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഓർഗനൈസേഷൻ 1 ഒരു 20,000 BV വന്നിട്ടുണ്ടെന്ന് നോക്കുക. ORG 2 നമുക്ക് 25,000 BV വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 20,000ന്റെ മാച്ചിങ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതായത് 1,400 രൂപയാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ORG 2 ഇവിടെ 5,000 BV ഇവിടെ അധികം കിടക്കുന്നുണ്ടല്ലേ. അത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാവില്ല. അത് നെക്സ്റ്റ് വീക്കിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ORG 1 ഒരു 50,000 BV വന്ന് നോക്കുക. ORG 2 45,000 BV വന്നിട്ടുള്ളൂ ഫ്രഷ് ആയിട്ട്. പക്ഷെ അവിടെ 5,000 BV ഓൾറെഡി ക്യാരി ഫോർവേഡ് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ട് അല്ലെ. ആ 5,000 കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ട് 50,000 മാച്ച് ആയിട്ട് 3,500 രൂപ നമുക്ക് മാച്ച് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. അതായത് 50,000ന്റെ 7%, 3,500 രൂപ നമുക്ക് മാച്ച് ബോണസ് ആയിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് മാച്ച് ബോണസ് തരുന്നത്. അപ്പൊ ഈ മാച്ച് ബോണസിലൂടെ നമുക്ക് മാക്സിമം എൺ ചെയ്യാൻ പറ്റുന്ന പൈസ എന്ന് പറഞ്ഞാൽ 2,14,000 വരെയാണ് നമുക്ക് ഒരു വീക്കിൽ നമുക്ക് മാച്ച് ബോണസിലൂടെ എൺ ചെയ്യാൻ പറ്റും. ഇതാണ് മാച്ച് ബോണസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. നമുക്ക് എത്രയാണോ മാച്ച് ആവുന്നത് അതിന്റെ 7%, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് മിനി ചാമ്പ്യൻസ് ബോണസിലേക്ക്, അതായത് മിനി CP ബോണസിലേക്ക് പോവുകയാണെങ്കിൽ മിനി CP ബോണസ് കമ്പനി തരുന്നത് 1,000 രൂപയാണ് നമുക്ക് മിനി CP ബോണസ് തരുന്നത്. ഇവിടെ നമുക്ക് മിനി CP ബോണസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ കൊണ്ടുവരേണ്ട BV എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷൻ 1 ഒരു 10,000 BV, അതായത് ഓർഗനൈസേഷൻ 2 10,000 BV നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത്, അതായത് ഒരാഴ്ച കൊണ്ടുവരുന്ന സമയത്താണ് നമുക്ക് മിനി CP ബോണസ് കിട്ടുന്നുണ്ടാവുക. 1,000 രൂപയാണ് നമുക്ക് മിനി CP ബോണസ് കിട്ടുന്നുണ്ടാവുക. അതിന്റെ കൂടെ എന്തോ ഈ 10,000ന്റെ 7% നമുക്ക് മാച്ച് ബോണസ് ആയിട്ടുണ്ടാവും. 700 രൂപ മാച്ച് ബോണസ് ആയിട്ടും കിട്ടുന്നുണ്ടാവും. ഇനി നമുക്ക് ഈ എൻട്രി വന്നിട്ടുള്ളത്, അതായത് നമുക്ക് ആക്ടിവേഷൻ വന്നിട്ടുള്ളത് ബൂസ്റ്റർ പാക്കേജിലൂടെയാണ് ആക്ടിവേഷൻ വന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ നമുക്ക് 5,000 രൂപ നമുക്ക് ബൂസ്റ്റർ ഇൻകം ആയിട്ടും കിട്ടുന്നുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ വീക്കിലെ ഇൻകം എന്ന് പറഞ്ഞാൽ 6,700 രൂപയാണ് ആ വീക്കിലെ ഇൻകം ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 10,000 BV കൊണ്ടുവരണം എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള BV ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാരി ഫോർവേഡ് BV കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് മിനി CP ബോണസ് കിട്ടൂല. ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള 10,000 BV കൊണ്ടുവരുന്ന സമയത്താണ് നമുക്ക് മിനി CP ബോണസ് കിട്ടുന്നുണ്ടാവും. ഇനി നമ്മൾ CP ബോണസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഒരാഴ്ച കൊണ്ട് ഫ്രഷ് ആയിട്ട് 25,000 BV കൊണ്ടുവരുന്ന സമയത്താണ് നമുക്ക് CP ബോണസ് കിട്ടുന്നുണ്ടാവുക. ഇവിടെ CP ബോണസ് എന്ന് പറഞ്ഞാൽ 2,000 രൂപയാണ് കമ്പനി നമുക്ക് CP ബോണസ് ആയിട്ട് തരുന്നുണ്ടാവുക. പിന്നെ അതുകൂടാതെ നമുക്ക് 25,000ന്റെ 7% മാച്ച് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 1,750 രൂപ ആ വകയിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും.
ഇനി ബൂസ്റ്റർ ആക്ടിവേഷനിലൂടെയാണ് നമുക്ക് എൻട്രി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 12,000 രൂപ നമുക്ക് ബൂസ്റ്റർ ഇൻകാറ്റ്, അതായത് ഡെയിലി ഇൻകാറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് വരുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ആ ഒരു വീക്കിലെ ഇൻകം എന്ന് പറഞ്ഞാൽ 15,750 രൂപയാണ് നമുക്ക് ആ ഒരു വീക്കിലൂടെ നമുക്ക് വരുന്നത്. അതായത് ഒരു CP ചാമ്പ്യൻസ് ബോണസ് അച്ചീവർ ആകുന്ന ഒരു വ്യക്തിയുടെ ഒരു വീക്കിലെ ഇൻകത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മൾ ഡെയിലി ഇൻകത്തിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു, അതേപോലെ വീക്കിലി ഇൻകത്തിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ ഈ രണ്ട് ഇൻകം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം എത്ര വരെ നമുക്ക് എൻ ചെയ്യാൻ പറ്റും നോക്കാം അല്ലെ. ഡെയിലി ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2,000 രൂപ വെച്ച് നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് 30 ദിവസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 60,000 രൂപയാണ് നമുക്ക് ഒരു മാസത്തേക്ക് വരുന്നുണ്ടാവും അല്ലെ. 30 ദിവസത്തെ കാൽക്കുലേഷനിൽ മാക്സിമം നമുക്ക് 60,000 രൂപയാണ് വരുന്നത്. ഇനി വീക്കിലി ഇൻകം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മാക്സിമം ബോണസ് 2,14,000 ആണ് വരുന്നത്. കൂടെ നമുക്ക് CP ബോണസ് ഉണ്ടാവും അല്ലെ, 2,000 രൂപ നമുക്ക് CP ബോണസ് ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു വീക്കിൽ നമുക്ക് മാക്സിമം earn ചെയ്യാൻ പറ്റുന്ന വീക്കിലി ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് 2,13,000 ആണ് നമുക്ക് earn ചെയ്യാൻ പറ്റുന്നത്. ഇത് 4 ആഴ്ചത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8,52,000 രൂപയാണ് നമുക്ക് വീക്കിലി ഇൻകത്തിലൂടെ നമുക്ക് നേടാൻ പറ്റുന്നുണ്ടാവും ഒരു മാസം. അപ്പൊ ഡെയിലി ഇൻകം വീക്കിലി ഇൻകം നമുക്ക് 60,000 8,52,000 രൂപ നമുക്ക് 9,12,000 ഈ ഒരു രണ്ട് ഇൻകത്തിലൂടെ, അതായത് ഡെയിലി ഇൻകത്തിലൂടെ വീക്കിലി ഇൻകത്തിലൂടെ നമുക്ക് earn ചെയ്യാൻ പറ്റുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ. ഇതാണ് നമ്മുടെ ഡെയിലി ഇൻകം വീക്കിലി ഇൻകം. ഇനിയാണ് നമുക്ക് ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ലൈഫ് ടൈം ഇൻകം എന്ന് പറയുന്നത്. ലൈഫ് ടൈം ഇൻകം എന്ന് പറഞ്ഞാൽ റിവാർഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്, റിവാർഡ് പോയിന്റ് ഇൻകം എന്ന് പറയും. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന ഒരു ഇൻകം ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാതെ കിട്ടുന്ന ഒരു ഇൻകം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം വെച്ചാൽ അത്രയും നല്ലൊരു ഇൻകം ആണ് റിവാർഡ് പോയിന്റ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെ കിട്ടുന്ന വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ ബൂസ്റ്റ് പ്രൊഡക്റ്റിലൂടെ പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ നമ്മൾ 8,000 പാക്കേജ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 8,000 പാക്കേജിന് നമുക്ക് 2 റിവാർഡ് പോയിന്റ് ആണ് കമ്പനി തരുന്നുള്ളത്. അതേപോലെ നമുക്ക് 7,500 പാക്കേജ് എടുത്തിട്ട് വരുന്ന സമയത്ത് അവിടെ 2 റിവാർഡ് പോയിന്റ് നമുക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക 6,000 പാക്കേജ് ആണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 2 റിവാർഡ് പോയിന്റ് വരുന്ന പാക്കേജും ഉണ്ട്, ഒരു റിവാർഡ് പോയിന്റ് വരുന്ന പാക്കേജും ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് റിവാർഡ് പോയിന്റ് ഇൻകം നമുക്ക് തരുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ലെവൽ വെച്ചിട്ടാണ് കമ്പനി നമുക്ക് ഇൻകം തരുന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ആവുന്നത് വെച്ചാൽ 10 റിവാർഡ് പോയിന്റ് മാച്ച് ആവുന്ന സമയത്താണ് നമുക്ക് റിവാർഡ് പോയിന്റ് ഇൻകം സ്റ്റാർട്ട് ആവുന്നത്. അതായത് 1,000 രൂപയാണ് നമുക്ക് ഈ ഒരു മാച്ചിങ്ങിന് കമ്പനി തരുന്നത്. റിവാർഡ് പോയിന്റ് ഇൻകം ആയിട്ട് നമുക്ക് തരുന്നത് 1,000 രൂപയാണ് തരുന്നത്. ഇനി ഈ 10 നമ്മൾ മാച്ച് ആയിട്ട് നമ്മളെന്താ പറയുക 1,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ മറക്കുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അത് അവിടെ തീർന്നു. ഇനി നെക്സ്റ്റ് 25 ഫ്രഷ് ആയിട്ട് 25 RP വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ 2,100 രൂപയാണ് നമുക്ക് റിവാർഡ് പോയിന്റ് ഇൻകായിട്ട് കമ്പനി തരുന്നുള്ളത്. ഇനി നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ 50 RP വരുന്ന സമയത്ത് നമുക്ക് കമ്പനി തരുന്ന ഒരു ടൂർ ആണ് നമുക്ക് തരുന്നത്. അതായത് 3 രാത്രി 4 പകലും ചേർന്ന ഒരു ഡൊമസ്റ്റിക് ടൂറാണ് കമ്പനി തരുന്നത്. നെക്സ്റ്റ് നമുക്ക് 100 RP വരുന്ന സമയത്ത് 10,000 രൂപയാണ് നമുക്ക് വരുന്നത്. ഇനി 250 RP വരുന്ന സമയത്ത് 20,000 രൂപയും 500 RP മാച്ച് ആവുന്ന സമയത്ത് നമുക്ക് 50,000 രൂപയും കമ്പനി നമുക്ക് റിവാർഡ് പോയിന്റ് ഇൻകത്തിലൂടെ മാത്രം നമുക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് 1,200 RP വരുന്ന സമയത്ത് 1,00,000 റുപ്പീസ് നമുക്ക് തരുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു ട്രിപ്പും കൂടി കമ്പനി തരുന്നുണ്ട്. അതായത് 3 രാത്രി 4 പകലും കൂടി ഒരു ഡൊമസ്റ്റിക് ടൂർ കമ്പനി തരുന്നുണ്ട്. ഇനി 2,500 RP മാച്ച് ആവുന്ന സമയത്ത് റിവാർഡ് പോയിന്റ് മാച്ച് ആവുന്ന സമയത്ത് നമുക്ക് 2,00,000 രൂപയും പിന്നെ ഒരു ക്രൂയിസ് ട്രിപ്പ് അല്ലെ. ക്രൂയിസ് ട്രിപ്പ് എന്ന് പറയുന്ന സമയത്ത് അറിയാം നമുക്ക് ആഡംബര കപ്പലിലുള്ള ഒരു യാത്രയാണ് കമ്പനി നമുക്ക് ഇവിടെ ഓഫർ ചെയ്തിട്ടുള്ളത്. അതായത് 2,500 RP മാച്ച് ആവുന്ന സമയത്ത് 2,00,000 രൂപയുടെ കൂടെ കിട്ടുന്ന ഒരു ടൂറാണ് നമുക്ക്. ഇനി നമുക്ക് 5,000 RP മാച്ച് ആവുന്ന സമയത്ത് 5,00,000 റുപ്പീസും അതേപോലെ 10,000 RP മാച്ച് ആവുന്ന സമയത്ത് 10,00,000 രൂപയും 25,000 RP മാച്ച് ആവുന്ന സമയത്ത് 21,00,000 രൂപയും ഇനി 50,000 വരുന്ന സമയത്ത് 50,00,000 രൂപയും 1,00,000 RP മാച്ച് ആവുന്ന സമയത്ത് ഇവിടെ നമുക്ക് 1 കോടി രൂപയാണ് നമുക്ക് കമ്പനി തരുന്നത്. അപ്പൊ നമുക്ക് ഈ 1 കോടി രൂപയിലേക്ക് അതായത് 1,00,000 RP മാച്ച് ആവുന്ന സമയത്ത്
ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ ഏകദേശം ഒരു 1 CR അടുത്ത് തന്നെ വന്നിട്ടുണ്ടാവും. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു 80 ലക്ഷത്തിന് മുകളിൽ എന്തായാലും വരുമാനം കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ബാക്കി എല്ലാ സ്ലാബും കൂടി കവർ ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടാവും അല്ലെ. അതിൻ്റെ ഒപ്പം നമുക്ക് ടൂറും കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പം ഈ ഒരു നമുക്കെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബൂസ്റ്റർ ഇൻകം ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ പറയാ ഓൾറെഡി നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ വർക്കോ അല്ലെങ്കിൽ വേറെ എഫേർട്ടോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ബൂസ്റ്റർ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു റിവാർഡ് പോയിന്റ് കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും ഇല്ല, നമുക്ക് നല്ലൊരു ഇൻകാണ് നമുക്ക് റിവാർഡ് പോയിന്റിലൂടെ നമുക്ക് കിട്ടുന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ റിവാർഡ് പോയിന്റിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനിപ്പോ ടൈം ബൗണ്ട് ഒന്നും ഇല്ല, ഒരു ടൈം ബൗണ്ടും ഇല്ല. നമുക്ക് എപ്പോഴാണോ മാച്ച് ആവുന്നത് അപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പൊ ഡെയിലി ഇൻകത്തിന് നമുക്ക് ടൈം ബൗണ്ട് ഉണ്ട്, വീക്കിലി ഇൻകത്തിന് നമുക്ക് ടൈം ബൗണ്ട് ഉണ്ട്, അതായത് ഒരാഴ്ച നമുക്ക് ടൈം ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഈ റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം ബൗണ്ട് ഇല്ല. ഇപ്പൊ ഞാൻ ഒരു നിങ്ങളുടെ ORG 1 ഇപ്പൊ ഒരു 20 റിവാർഡ് പോയിന്റ് വന്ന് നടക്കുന്നുണ്ട് വെച്ചോ. ഒരുപക്ഷെ നമ്മളെ അടുത്ത ലെഗില് അടുത്ത ടീമിൽ നമുക്ക് റിവാർഡ് പോയിന്റ് വരുന്നത് പർച്ചേസിങ് വരുന്നത് ചിലപ്പോൾ കുറവാണെങ്കിൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, നിങ്ങൾക്ക് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വരുന്നുണ്ട് വെച്ചോ 10 റിവാർഡ് പോയിന്റ് വരുന്നുണ്ടെങ്കിൽ ആ 6 മാസം ആകുമ്പോൾ നിങ്ങൾക്ക് ആ പൈസ കിട്ടും. ഇനി 6 മാസം അല്ല 1 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്, ആ സമയത്ത് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ടൈം ബൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല, നമുക്ക് എപ്പോഴാണോ മാച്ച് ആവുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് ക്യാരി ഫോർവേഡ് കൂടിയാണ്. അതായത് നമ്മൾ റിവാർഡ് പോയിന്റ് ക്യാരി ഫോർവേഡ് ആണ്, അതായത് ഒരു സൈഡ് മാത്രമല്ല 2 സൈഡും ക്യാരി ഫോർവേഡ് ആണ്. അതും ഇതിന്റെ ഒരു വലിയൊരു ബ്യൂട്ടിയാണ്. അപ്പൊ അതെങ്ങനെ ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. ഇപ്പൊ നമുക്ക് ഒരു വ്യക്തിക്ക് ഫസ്റ്റ് 10 RP മാച്ച് ആയി കഴിഞ്ഞാൽ 1000 രൂപ കിട്ടുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് വരുന്ന സമയത്ത് ഒരു 60 RP വന്നു നോക്കുക. നിങ്ങളുടെ ടീം 1 60 RP വന്നു, സെക്കൻഡ് ടീമിൽ നിങ്ങൾക്ക് വരുന്നത് 50 RP വന്നു കഴിഞ്ഞാൽ അപ്പൊ നെക്സ്റ്റ് ലെവലിൽ എന്ന് പറഞ്ഞാൽ 25 അല്ലെ. 25 മാച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് 2100 രൂപ കിട്ടും. 60 RP 50 RP വന്നു കഴിഞ്ഞാൽ അവിടെ 25 മാച്ചിങ് ആണെന്നുണ്ടാവും, 2100 രൂപ നമുക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് ORG 1 ഒരു 35 RP അവിടെ കിടക്കുന്നുണ്ട് അല്ലെ, ബാക്കി കിടക്കുന്നുണ്ട്. അതായത് അതേപോലെ തന്നെ ORG 2 നമുക്ക് 25 RP കിടക്കുന്നുണ്ട്. അപ്പൊ ഈ 35 RP 25 RP നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാവില്ല, അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടാവും. അതും വലിയൊരു ബ്യൂട്ടി തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ഒരു 15 RP നമുക്ക് ORG 1 വന്നു, 25 RP ORG 2 വന്നു കഴിഞ്ഞാൽ ബാക്കി വന്ന ക്യാരി ഫോർവേഡ് RP കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 50 RP മാച്ച് ആയില്ല. അപ്പൊ അവിടെ നമുക്കൊരു ടൂർ പാക്കേജും കൂടി കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത്? നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ അല്ലേ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ബ്യൂട്ടി ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്, നോ ടൈം ബൗണ്ട്, പിന്നെ അതേപോലെ റിവാർഡ് പോയിന്റ് ക്യാരി ഫോർവേഡ് ആണ്. ഇനി നമുക്ക് മന്ത്ലി ഇൻകം നോക്കുകയാണെങ്കിൽ മന്ത്ലി ഇൻകം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകമാണ് കമ്പനി നമുക്ക് തരുന്നുള്ളത്. മന്ത്ലി ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമാണ് നമുക്ക് പേ ഔട്ട് കിട്ടുന്നുണ്ടാവുക. ആ പേ ഔട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസത്തിൽ, അതായത് എല്ലാ മാസം 10-ാം തീയതിയാണ് നമുക്ക് മന്ത്ലി പേ ഔട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി എങ്ങനെയാണ് ഈ ഒരു മന്ത്ലി ഇൻകം കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, മന്ത്ലി ഇൻകത്തിന് നമുക്ക് ഒരിക്കലും BV ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ORG 1 ഒരു 50,000 BV വന്നിട്ടുണ്ട്, ORG 2 ഒരു 1 ലക്ഷം BV വന്നിട്ടുണ്ടെങ്കിൽ 50,000 മാച്ചിങ്ങിന്റെ പൈസയാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ബാക്കി ORG 2 വരുന്ന 50,000 BV വാഷ് ഔട്ട് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ വാഷ് ഔട്ട് ആയിട്ട് പോകുന്നത് കൊണ്ട് നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് അൺലിമിറ്റഡ് ഇൻകം ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എത്രയാണോ ഇൻകം വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ബാക്കി എല്ലാത്തിനും നമുക്ക് പരിധി ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ഡെയിലി ഇൻകം ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം 2,000 രൂപ നമുക്ക് നേടാൻ പറ്റുന്നുള്ളൂ. വീക്കിലി ഇൻകം ആണെങ്കിൽ നമുക്ക് ഒരാഴ്ചക്ക് 2,13,000 വരെ നേടാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇവിടെ മന്ത്ലി ഇൻകം അങ്ങനെയല്ല. മന്ത്ലി ഇൻകം എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ഇൻകം ആണ് കമ്പനി നമുക്ക് തരുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ നമുക്ക് ലെവൽ ബേസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഇൻകം തരുന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ലെവൽ ഇൻകം ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ, ഇവിടെ 2,500 മാച്ച് ആവുന്ന സമയത്ത് നമുക്ക് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഓരോ ടൈറ്റിൽ ഉണ്ട്, ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ടോപ്പസ്, ഡയമണ്ട്, ബ്ലൂ ഡയമണ്ട്, അങ്ങനെ കുറെ ഡബിൾ ക്രൗൺ പ്രസിഡന്റ് വരെ നമുക്ക് ടൈറ്റിൽ ഉണ്ട് അല്ലെ. ആ ടൈറ്റിലിന് ആ ഒരു ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ മന്ത്ലി ഇൻകം വരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കുക. ഇവിടെ നമുക്ക് വരുന്നത് ബ്രോൺസ് എന്ന് പറഞ്ഞ റാങ്കിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് 2,500 BV മാച്ച് ആവുന്ന സമയത്ത് തന്നെ കമ്പനി നമുക്ക് മന്ത്ലി ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മന്ത്ലി ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പനി ടേൺ ഓവറിന്റെ ഒരു 18% മാറ്റി വെച്ചിട്ടാണ്
ഈ ഒരു ഇൻകം കമ്പനി നമുക്ക് തരുന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരു 2500 മാച്ച് ആവുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മന്ത്ലി ഇൻകം വരുന്നുണ്ടാവും വെറും 140 രൂപയായിരിക്കും മന്ത്ലി ഇൻകം വരുന്നുണ്ടാവുക. ചെറിയൊരു പൈസയാണ്, കാരണം ഇത് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്ന ഒരു മന്ത്ലി ഇൻകാണ് ഈ പറയുന്നത് 140 രൂപ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്നുണ്ടാവും. ഇനി നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ, അതായത് നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ജമ്പ് ആവുകയാണെങ്കിൽ, ഇപ്പൊ 10,000 BV കൊണ്ടുവരുന്ന സമയത്താണ് നമുക്ക് സിൽവർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുക അല്ലെ. ഈ സിൽവർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് കമ്പനി ടേൺ ഓവറിന്റെ ഒരു 9% മാറ്റി വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വരുമാനം തരുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് ഒരു ക്യാപ്പിംഗ് പറഞ്ഞ സിൽവർ പോയിന്റ് ക്യാപ്പിംഗ് നമുക്ക് 100 പോയിന്റ് വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അവിടെ ക്യാപ്പിംഗ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റിന്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 380 രൂപയാണ് നമുക്ക് ഇൻഡെക്സ് വാല്യൂ വരുന്നത്. അപ്പൊ നമുക്കൊരു 10,000 മാസം BV കൊണ്ടുവരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മന്ത്ലി ഇൻകം വരുന്നുണ്ടാവുക 940 രൂപയാണ് ഇൻകം ഉണ്ടാവുക. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ കാൽക്കുലേഷനിൽ പോവുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. കാൽക്കുലേഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ 10,000 BV ആണല്ലോ നമുക്ക് മാച്ച് ആവുന്നത്. ഈ 10,000-ൽ എത്ര 2,500 ഉണ്ട് നോക്കും. അപ്പൊ 4 2,500 ചേർന്ന അതാണ് ഒരു 10,000 എന്ന് പറയുന്ന ഫിഗർ വരുന്നത്. അപ്പൊ 4 ബ്രോൺസിന്റെ പോയിന്റ് 4 പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഈ 4 പോയിന്റിന്റെ ഒരു പോയിന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 140 ആണ്. അപ്പൊ 4 × 140 എന്ന് പറഞ്ഞാൽ 560 രൂപയാണ് നമുക്ക് വരുന്നുണ്ടാവുക. ഇനി 10,000-ൽ എത്ര 10,000 ഉണ്ട് വെച്ചാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സിൽവറിന്റെ പോയിന്റ് ഒറ്റൊരു പോയിന്റ് മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഈ സിൽവറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ 380 രൂപയാണ്. അപ്പൊ നമുക്ക് നേരത്തെ ബ്രോൺസ് ഇൻകത്തിലൂടെ നമുക്ക് 560 രൂപ കിട്ടിയിട്ടുണ്ട്. സിൽവർ ഇൻകത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 380 രൂപയാണ് അല്ലെ. അപ്പൊ നമുക്ക് ടോട്ടൽ നമുക്ക് കൂട്ടി കഴിഞ്ഞാൽ 940 രൂപ. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നത്. അതായത് 10,000 BV കൊണ്ടുവരുന്ന വ്യക്തിക്ക് കിട്ടുന്ന 940 രൂപ കിട്ടുന്ന പറഞ്ഞല്ലേ. ഈ കാൽക്കുലേഷനിലൂടെ നമുക്ക് അങ്ങനെ കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് റാങ്കിലേക്ക് പോവുകയാണെങ്കിൽ, ഗോൾഡ് എന്ന് പറയുന്ന റാങ്കിലേക്ക് പോവുകയാണെങ്കിൽ 25,000 മാച്ച് ആവുന്ന സമയത്താണ് കമ്പനി നമുക്ക് ഈ ഗോൾഡ് എന്ന് പറയുന്ന ടൈറ്റിൽ തരുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് 6% കമ്പനി ടേൺ ഓവറിന്റെ 6% മാറ്റി വെച്ചിട്ടാണ് നമുക്ക് ഗോൾഡ് ഇൻകം തരുന്നുണ്ടാവുക. ക്യാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഗോൾഡിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 50 പോയിന്റ് ആണ് ഗോൾഡിന് നമുക്ക് മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്ന ഗോൾഡിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു പോയിന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ 750 രൂപയാണ് ഒരു പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 25,000 കൊണ്ടുവരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മന്ത്ലി ഇൻകം വരുന്നത് 2,910 രൂപയ്ക്ക് നമുക്ക് മന്ത്ലി ഇൻകം വരുന്നുണ്ടാവും. അതെങ്ങനെ വരികയെന്ന് വെച്ചാൽ, ഞാൻ ഒന്നുകൂടെ കാൽക്കുലേഷനിലേക്ക് പോവുകയാണെങ്കിൽ, അപ്പം 25,000-ൽ എത്ര 2,500 ഉണ്ട് നോക്കും അല്ലെ. അപ്പൊ 10 ബോണസിന്റെ പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 140 ആണ്. അപ്പൊ 10 × 140 പറഞ്ഞാൽ 1,400 രൂപയാണ് നമുക്ക് വരുന്നുണ്ടാവും അല്ലെ. ഇനി 25,000-ൽ എത്ര 10,000 വരുന്നുണ്ട് നോക്കാം. അപ്പൊ 2 10,000 നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 380 രൂപയാണ് വരുന്നുണ്ടാവുക. 2 × 380 760 രൂപയാണ് നമുക്ക് സിൽവർ ഇൻകം നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി 25,000-ന്റെ ഒരു പോയിന്റ് ഉണ്ടാവും. അതിന്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 750 രൂപയാണ്. അപ്പൊ നമുക്ക് ഗോൾഡിന്റെ ഇൻകം കിട്ടുന്നത് 750 ആണ്. അപ്പൊ 1,400 രൂപ നമുക്ക് ബ്രോൺസ് ഇൻകം ഉണ്ട്. സിൽവർ ഇൻകം നമുക്ക് 760 രൂപയുണ്ട്. ഗോൾഡ് ഇൻകം നമുക്ക് 750 രൂപയുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർന്നെയാണ് ഈ 2,910 എന്ന് പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ പ്ലാറ്റിനം എന്ന് പറയുന്ന റാങ്ക് ഉണ്ടാവുക. പ്ലാറ്റിനം എന്ന് പറയുന്നത് 50,000 BV കൊണ്ടുവരുന്ന സമയത്താണ് നമുക്ക് പ്ലാറ്റിനം റാങ്ക് കിട്ടുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് എന്താ പറയുക, പ്ലാറ്റിനം റാങ്ക് അച്ചീവ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞാൽ 7,200 രൂപയാണ് മന്ത്ലി ഇൻകം എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ കാൽക്കുലേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 50,000-ൽ എത്ര 2,500 ഉണ്ടെന്ന് നോക്കും. 50,000-ൽ എത്ര 10,000 ഉണ്ടെന്ന് നോക്കും. 50,000-ൽ എത്ര 25,000 ഉണ്ടെന്ന് നോക്കും. 50,000-ൽ എത്ര 50,000 ഉണ്ടെന്ന് നോക്കും അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ബ്രോൺസിന്റെ 20 പോയിന്റ് കിട്ടുന്നുണ്ടാവും. അപ്പൊ അതിലൂടെ നമുക്ക് 2,800 രൂപ ഉണ്ടാവും. സിൽവറിന്റെ നമുക്ക് 5 പോയിന്റ് കിട്ടുന്നുണ്ടാവും. അതിലൂടെ നമുക്ക് 1,900 രൂപ ഉണ്ടാവും. ഇനി ഗോൾഡിന്റെ 2 പോയിന്റ് കിട്ടുന്നുണ്ടാവും. അതിലൂടെ നമുക്ക് 1,500 രൂപ ഉണ്ടാവും. ഇനി പ്ലാറ്റിനത്തിലൂടെ 1,000 രൂപയും കിട്ടും. ഇതൊക്കെ ചേർന്നാണ് ഈ 7,200 രൂപ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇതാണ് പ്ലാറ്റിനം ലെവലിൽ എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന മന്ത്ലി ഇൻകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടോപ്പസിലേക്ക് പോവുകയാണെങ്കിൽ 1 lakh ഇൻകം BV മാച്ച് ആവുന്ന സമയത്താണ് നമുക്ക് ടോപ്പസ് എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുന്നുണ്ടാവുക. ഇവിടെ മുതലാണ് നമ്മുടെ മന്ത്ലി ഇൻകം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് മാറുന്നുള്ളത്. അപ്പൊ നേരത്തെ ഇതുവരെ പ്ലാറ്റിനം വരെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോയിന്റിന് ക്യാപ്പിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര പോയിന്റ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ടോപ്പസ് മുതൽ നമുക്ക് ഒരു ക്യാപ്പിംഗും ഇല്ല. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം ആണ് കമ്പനി നമുക്ക് തരുന്നത്. അപ്പൊ ഒരു ടോപ്പസ് റാങ്ക് അച്ചീവ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞാൽ 16,100 രൂപയായിരിക്കും മന്ത്ലി ഇൻകം ഉണ്ടാവുക. അപ്പൊ ഞാൻ കാൽക്കുലേഷനിലേക്ക് വീണ്ടും പോകുന്നില്ല. നേരത്തെ കാൽക്കുലേഷൻ ഇത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ.
എത്ര ബ്രോൺസ് ഇൻകം ഉണ്ട് അല്ലെങ്കിൽ സിൽവർ പോയിന്റ് എത്രയുണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് ഇവിടെയും ചെയ്യുന്നുണ്ടോ. കാൽക്കുലേഷൻ ഞാൻ വീണ്ടും പോകുന്നില്ല. ഓക്കെ, അപ്പൊ 16,100 നമുക്ക് ഒരു ടോപ്പസ് റാങ്ക് അച്ചീവ് ചെയ്യുന്ന വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം മന്ത്ലി ഇൻകം ഉണ്ടാവുക. പിന്നെ ഡയമണ്ട് റാങ്ക് അച്ചീവ് ചെയ്യുന്ന വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം 44,200 ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ബ്ലൂ ഡയമണ്ട് അതായത് 5 ലാക്ക് മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 98,600 ആയിരിക്കും നമ്മുടെ ഇൻകം ഉണ്ടാവുക. അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ, ഓരോ ടൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഇൻകം കൂടി വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഓരോ പോയിന്റ് ഇൻഡെക്സ് വാല്യൂ കൂടി വരികയാണ്. ഓരോ റാങ്കിന്റെ ഓരോ ടൈറ്റിലിന്റെ ഇൻഡെക്സ് വാല്യൂ കൂടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മന്ത്ലി ഇൻകം കൂടി വരുന്നുണ്ട്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം ആണ് നമുക്ക് ഇവിടെ കമ്പനി തരുന്നത്. അപ്പൊ ഇനി ജസ്റ്റ് ഒരു കാൽക്കുലേഷനിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് വീക്കിലി ഇൻകം മന്ത്ലി ഇൻകം കൂടിയിട്ടുള്ള ഒരു ജസ്റ്റ് കാൽക്കുലേഷനിലേക്ക് പോവുകയാണെങ്കിൽ 50,000 മാച്ച് ആവുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 12,700 രൂപയായിരിക്കും ഇൻകം ഉണ്ടാവുക. ഇനി 1 ലാക്ക് വരുന്ന സമയത്ത് ഒരു 31,100 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി 2.5 ലാക്ക് വരുന്ന സമയത്ത് ഒരു 70,000 രൂപേന്റെ അടുത്ത് ഉണ്ടാവും. ഇനി 5 ലാക്ക് വരുന്ന സമയത്ത് 1.5 ലക്ഷം രൂപേന്റെ അടുത്ത് നമുക്ക് വരുമാനം ഉണ്ടാവും. ഈ ഒരു കാൽക്കുലേഷൻ വന്നിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നോർമൽ ആയിട്ടുള്ള ഇൻകം വെച്ചിട്ട്, അതായത് നമ്മൾ ഇതിനകത്ത് ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഏതാണ് നമ്മളെ ബൂസ്റ്റർ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അതേപോലെ റിവാർഡ് പോയിന്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. നോർമൽ ആയിട്ടുള്ള നമ്മളെ വീക്കിലി ഇൻകം അതേപോലെ മന്ത്ലി ഇൻകം മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് വരുന്നത് ബൂസ്റ്റർ ആക്ടിവേഷനിലൂടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇൻകം ഇതിന്റെ ഡബിൾ ആയിട്ട് മാറുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ എന്താ പറയാ, അതിന്റെ കൂടെ തന്നെ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ടാവും അല്ലെ, റിവാർഡ് പോയിന്റ് ഇൻകം കൂടി കിട്ടുന്നുണ്ടാവും. ഒരു നല്ലൊരു ഇൻകത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ടാവും. ഇതിപ്പോ പറഞ്ഞിട്ടുള്ളത് നോർമൽ ആയിട്ടുള്ള വീക്കിലി ഇൻകം അതേപോലെ മന്ത്ലി ഇൻകം മാത്രമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യുന്ന പേഴ്സണൽ BV നമുക്ക് നമ്മുടെ ഇൻകത്തിലേക്ക് കൺസിഡർ ചെയ്യണമെന്ന് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ പേഴ്സണൽ BV സാധാരണയായിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമർ ബെനിഫിറ്റ്സ് നമ്മളെ പേഴ്സണൽ BV ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഫ്രീ പ്രോഡക്ട്സും പിന്നെ അതേപോലെ ക്യാഷ് ബാക്ക് ഒക്കെ നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു BV നമുക്ക് നമ്മുടെ വരുമാനത്തിലും കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ വരുമാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ 1 ഇപ്പോൾ ഒരു 10,000 BV വന്നിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ 2 ഇപ്പോൾ 7,500 BV വന്നിട്ടുള്ളൂ. അപ്പൊ അവിടെ BV കുറവാണ് അല്ലെ. അപ്പൊ നമ്മൾ ഒരു 2,500 BV നമ്മൾ പേഴ്സണലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണൽ BV ഇപ്പം താഴത്തോട്ടേക്ക് വരും. അതായത് ലെസർ വോളിയമിന്റെ ടീമിലേക്ക് വരും, ആ ലെഗിലേക്ക് വരുന്നുണ്ടാവും. അപ്പൊ ഇവിടെ 10,000 മാച്ച് ആവുന്നുണ്ടാവും. ഈ 10,000 മാച്ച് ആവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു BV പരിഗണിക്കുന്നുണ്ടാവും, വീക്കിലി ഇൻകത്തിൽ പരിഗണിക്കുന്നുണ്ടാവും, മാച്ചും ബോണസിന് മാത്രമാണ് പരിഗണിക്കുന്നുണ്ടാവുക. പിന്നെ നമുക്ക് എന്താ പറയുക, മിനി സിറ്റി ബോണസിന് പരിഗണിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് മന്ത്ലി ഇൻകത്തിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ഏത് ടൈറ്റിലാണോ അതിന് മാച്ച് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ടൈറ്റിലേക്ക് നമ്മുടെ ഈ ഒരു അതായത് റാങ്കിലേക്ക് നമ്മുടെ ഈ ഒരു പേഴ്സണൽ വോളിയം പരിഗണിക്കുന്നുണ്ടാവില്ല. അത് നമ്മുടെ 2 ടീമിലൂടെ തന്നെ വരണം, എന്നാൽ മാത്രമേ നമുക്ക് വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത പല ആൾക്കാരും എന്താ പറയാ, വേറെ കമ്പനിയിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ആ ഒരു കമ്പനിയുടെ പ്ലാൻ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടാവും. അല്ലെങ്കിൽ വേറെ കമ്പനിയുടെ പ്ലാനുകൾ കേട്ട ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മളോട് പല ആൾക്കാരും പല കമ്പനിയുടെ പ്ലാൻ പറയുന്നുണ്ടാവും. അപ്പൊ ആ കമ്പനിയുടെ പ്ലാനൊക്കെ കേട്ട് പഠിച്ചവർക്കാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മുടെ HSIയിലൂടെ നമുക്ക് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നിപ്പം ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പ്ലാനാണ് നമ്മുടെ ഹാപ്പി ഹെൽത്ത് ഇന്ത്യയുടെ പ്ലാൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ ബൂസ്റ്റർ ഇൻകം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരൊറ്റ BV വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ ഇൻകം തരുന്നൊരു സൂപ്പർബായിട്ടുള്ളൊരു ഇൻകം പ്ലാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, നമുക്ക് എത്ര നല്ല പ്ലാൻ തന്നു കഴിഞ്ഞാലും നമ്മുടെ ആക്ഷൻ റെഡി അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വരുമാനം കിട്ടൂല. നമ്മൾ പരമാവധി ഈ ഒരു മാർക്കറ്റിംഗ് പ്ലാനിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, അതായത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മൾ ആക്ഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഈ ബൂസ്റ്റർ ഫോക്കസ് ചെയ്തിട്ട് തന്നെ വർക്ക് ചെയ്യാം. ബൂസ്റ്ററിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പാക്കേജ് ആണ് നമ്മൾ 8,000 രൂപയുടെ പാക്കേജ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ് 2,000 BV കൂടി അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 2,000 BV പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡെയിലി ഇൻകം കിട്ടുന്നുണ്ട് ഓൾറെഡി. അപ്പം BV കൂടുതൽ കിട്ടുന്നുണ്ടോ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീക്കിലി ഇൻകം കൂടി കിട്ടുന്നുണ്ടാവും. അതിലൂടെ തന്നെ മന്ത്ലി ഇൻകം നമുക്ക് കിട്ടുന്നുണ്ടാവും അല്ല. അപ്പൊ BV കൂടിയ പ്രൊഡക്ട്സ് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ടീമിൽ അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്.
ഇപ്പൊ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻകം അല്ല അല്ലെ, നമ്മുടെ ടീമിൽ വരുന്നവരുടെ ഇൻകം നമ്മൾ ഫോക്കസ് ചെയ്താൽ തന്നെ നമ്മളൊരു വലിയൊരു ഏണറായിട്ട് മാറുന്നുണ്ട്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നല്ല വർക്ക് സപ്പോർട്ടൊക്കെ കൊടുത്ത് നമ്മൾ മാക്സിമം ബൂസ്റ്റ് പോയിന്റിലൂടെ തന്നെ എൻ്റർ ചെയ്തുകൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എൻട്രി മാത്രം ബൂസ്റ്റിൽ എടുത്തുകൊണ്ട് ഒരു വൺ ടൈം പർച്ചേസ് എന്ന രീതിയിലേക്ക് പോകരുത് ഒരിക്കലും. നമുക്കൊരു പാസീവ് ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് നാളെ മറ്റന്നാൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലൂടെ നമുക്ക് പൈസ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസീവ് ഇൻകം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പാസീവ് ഇൻകം കിട്ടണമെങ്കിൽ നമുക്ക് ഒരിക്കലും വൺ ടൈം പർച്ചേസിലൂടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പാസീവ് ഇൻകം കിട്ടുന്നുണ്ടാവില്ല. നമുക്ക് ഒരു ടീം ഓൾറെഡി വന്ന ടീം അവിടെ തന്നെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് പാസീവ് ഇൻകം കിട്ടുന്നുണ്ടാവും അല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താ പറയുക, റീപർച്ചേസും കൂടി നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതായത് എല്ലാ മാസം മിനിമം ഒരു 1000 BV ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ടീമിനെ ഉണ്ടാക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. പാസീവ് ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ടീമിൽ ഇപ്പൊ എന്താ പറയാ, ഒരു 50 പേര് ഈ മാസം വന്നിട്ടുണ്ടെങ്കിൽ 50 പേരും ബൂസ്റ്റർ ആക്ടിവേഷനിലൂടെ വന്നു കഴിഞ്ഞാൽ ആ മാസം നമുക്ക് വരുമാനം ഉണ്ടാവും അല്ലെ, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ നമ്മൾ അവരെ വൺ ടൈം പർച്ചേസിലൊക്കെ ഒതുങ്ങുകയാണെങ്കിൽ നമുക്ക് അടുത്ത മാസം നമുക്ക് ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും പുതിയ ആൾക്കാരിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വരും. ഇനി നേരെ മറിച്ച് നമ്മളെ റീപർച്ചേസും കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 50 പേരും 1000 BV വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 50,000 BV റീപർച്ചേസ് വരുന്നതാണ് അല്ലെ. അപ്പൊ ഈ 50,000 BV ഉപയോഗിച്ച് തന്നെ നമുക്ക് ഡെയിലി ഇൻകം മാത്രം കിട്ടൂലെന്നേ ഉള്ളൂ. പക്ഷെ വീക്കിലി ഇൻകത്തിൽ വരുന്ന മാച്ച് ബോണസും പിന്നെ അതേപോലെ തന്നെ മിനി ബോണസും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി വന്ന ആൾക്കാരെ കൊണ്ട് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരു പ്ലാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബൂസ്റ്റർ ഇൻകത്തിലൂടെ ആക്ടിവേഷൻ എടുക്കുക, ആക്ടിവേഷനിലൂടെ അതായത് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നവരെ നമ്മൾ റീപർച്ചേസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ടീം ഡെവലപ്പ് ആകുന്നുണ്ടാവും. ഈ ടീം ഡെവലപ്പ് ആയി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പാസീവ് ഇൻകം നമുക്ക് കിട്ടുന്നുണ്ടാവും. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്ന സമയത്തും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇരുന്ന് കൊണ്ട് തന്നെ വരുമാനം നേടാൻ പറ്റുന്ന ഒരു നല്ലൊരു സൂപ്പർബായിട്ടുള്ള ഒരു പ്ലാനാണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ ഒരു പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു പ്ലാൻ ചെയ്തിട്ട് നല്ലൊരു വരുമാനത്തിലേക്ക് എത്തുക. എല്ലാവർക്കും നല്ലൊരു വരുമാനം ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ നല്ലൊരു ദിവസം കൂടി നേരുന്നു. താങ്ക് യു ഓൾ.